എനിക്ക് ഇതിനോടുള്ള സ്നേഹം ഇവളോടും കൂടി ഇല്ല. ആരോ പറഞ്ഞോടെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങക്ക് ദേഷ്യം വരുമ്പോ ഈ സ്റ്റാർട്ടാവാൻ ഓരോ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഒന്നാമത് നിങ്ങളെ വണ്ടി ആയതുകൊണ്ട് നന്നായിട്ട് നോക്കും ചെയ്യലോ. ഞാനങ്ങനെ ഇത് ഭയങ്കര ജീവനാണേ. ഞാൻ അങ്ങനെ കൊടുക്കൊന്നുമില്ല. ഇനി എങ്ങാനും കൊടുക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ എന്നോടൊന്നും പറയണം. പറയാ. അപ്പൊ ഇപ്പൊ അടുത്തൊന്നും വണ്ടി കഴിക്കണില്ല. അല്ല പറഞ്ഞതാണ്. ആയിക്കോട്ടെ, അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്. ഇവിടെ വണ്ടി നല്ലതാണ്, നല്ല വണ്ടി കിട്ടണ്ടേ. ഇന്നെന്താ വരെ ഇത് വൈ കെടുത്തിട്ടില്ലല്ലോ. അതല്ലക്ക് ഇതിനോട് സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടങ്ങറാക്കിയിട്ടില്ല മൂപ്പര്. അതെ അതെ. അപ്പൊ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാമാടെ മോളുടെ കല്യാണാണെന്നേ. ആരുടെ? ഇന്റെ മാമാന്റെ മോളുടെ കല്യാണാണ്. ആ സമയത്ത് എത്ര നേരം അയച്ചിട്ടാ ഇറങ്ങേ. അത്ര എന്താണ് ആ കല്യാണം വിളിക്കാൻ വന്നപ്പോ കണ്ടാവില്ല. കണ്ടിട്ടില്ല. ആയിക്കോട്ടെ. പോവാ. എന്തേ ഓഫായി? നിങ്ങൾ എന്തിനപ്പോ ഓഫാക്കാൻ പോയത്? ഞാൻ ആ സത്യശീലന്റെ വർത്താനം കേൾക്കാൻ വേണ്ടിട്ട്. എന്തിനപ്പൊ മൂപ്പരിന്റെ ഇടയിൽ കയറി വന്ന് ചാട്ടാക്ക് ഇതെടുത്ത് കയ്യില് പിടിക്ക്. കൈ പിടിക്കാത്തോട്ട് മനുഷ്യനെ അടങ്ങറാക്കാൻ വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പൊ അവിടെ എത്തുമ്പോഴേക്ക് ബിരിയാണി ഒക്കെ തീരൂ. ബിരിയാണി തീർന്ന എനിക്ക് വേറെ ബിരിയാണി മേടിച്ചാറുണ്ട്. അവിടെ 1-ാം മന്തി 2-ാം മന്തി 3-ാം മന്തി ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് ഇരുന്നാ പോലെ എനിക്ക്. അപ്പൊ ബിരിയാണിയാ വലുത്? എന്റെ മാമാന്റെ മോളുടെ കല്യാണ. എന്റെ മാമാടെ മോളുടെ ഇതിനിപ്പോ നിന്റെ മോളില് കേറി പോവാൻ പറ്റുവാണോ? ചോക്ക് വലിക്കുങ്ങള്. ഇതിന്റെ സ്റ്റാർട്ടാ. അതേ, ഇവിടെ ചോറെന്തേലും വെച്ചുണ്ടോ? കല്യാണത്തിന് പോകുമ്പോ എന്തിനാണ് ഇവിടെ ചോറ്? കല്യാണത്തിന് ആരാ പോണ്? ഇത് സ്റ്റാർട്ട് ആയാലല്ലേ കല്യാണത്തിന് പോവല്. ഇതൊന്നും നടക്കും തോന്നണില്ല. എന്റെ മാമാന്റെ മോളുടെ കല്യാണോ? അതെ. അതിന്റെ അകത്ത് ഇതൊക്കെ കാട്ട്. എന്റെ മാമാടെ മോളുടെ കല്യാണത്തിന് ഇജ്ജ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താണ്. സ്റ്റാർട്ട് ചെയ്തപ്പോ പോവാ. ഇജ്ജ് സ്റ്റാർട്ട് ചെയ്യാ. അല്ലാണ്ട് പിന്നെ ഇജ്ജ് പറഞ്ഞതിനൊക്കെ ഞാൻ ഈ പണി എടുക്കേണ്ടത്. എന്തേ എവിടെ പോന്ന്? ഒന്നും പറയണ്ട എന്റെ രാഘവേട്ടാ. ഞാനിതപ്പൊ ഓളുടെ ബന്ധത്തിൽ ഒരു കല്യാണം ഇപ്പൊ അതിന് പോവുക. അതെയാ? ഹെൽമെറ്റ് ഉണ്ട്? ആരാണ്ടാക്കും? ഹെൽമെറ്റ് ഇപ്പൊ ഇക്ക് തലേക്കിട്ടുണ്ടല്ലോ. അത് കാരണം ഇപ്പൊ ദൂരി വെച്ചേക്ക. അതുണ്ട് ഇവിടെ ഉണ്ട്. ഓൾക്ക് ഇതാ വണ്ടിയിലുണ്ട്. വണ്ടിയിലുണ്ടല്ലേ? ബുക്കും പേപ്പറും ഉണ്ടാ? ബുക്കും പേപ്പറും ഇല്ലാണ്ട് പിന്നെ അങ്ങനെ വണ്ടിയായിട്ട് പോവാ. അതുണ്ട്. അതെ. പുക പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടാ? അല്ല, നിങ്ങൾ ഇപ്പൊ എന്താ ചോദ്യം ചെയ്യാൻ നിക്കാണ്? ഒരു സ്ഥലത്ത് ധൃതിക്ക് പോവാണെന്നേ. ആടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് ജംഗ്ഷനില്. ഇവിടെ. അതെ. അതുകൊണ്ടാ പറഞ്ഞേ. അല്ല അപ്പൊ ഇതൊക്കെ ചോദിക്കോ? പുക കുഴപ്പമുണ്ടോ? പിന്നെ അവരെന്തായാലും ചോദിക്കും. എന്തപ്പോ ചെയ്യണ്ട്? അതൊന്നും കുഴപ്പമില്ല, അങ്ങോട്ട് പോവന്നെ. അതിപ്പോ എത്ര 100 രൂപ കൊടുത്താ പോവാൻ പറ്റും? അതെ, ഇവിടെ ഒരു നല്ല പുക പരിശോധന പെട്ടെന്ന് തരും. മനസ്സിലായിക്കാരാ. ഞാൻ പോയിണ്ട്. അതെ, നമുക്ക് ഇന്നതൊന്ന് പരിശോധിച്ചിട്ടാ പോയാലേ. ഇനിയിപ്പൊ ബിരിയാണി ഒക്കെ തീരും. ബിരിയാണി എനിക്ക് മേടിച്ചാ തരാന്നാല്. ബിരിയാണി അല്ല കല്യാണോ? കല്യാണം ഉച്ചവരെ ഉണ്ടാവൂലേ ഭക്ഷണം എല്ലാം? വേഗം പൂവന്നെ. എന്നാ ഇനിയിപ്പോ ഒന്ന് പോയിട്ട് നോക്കിട്ട് വരാം. അപ്പൊ നല്ല വണ്ടി ഇരിക്കട്ടെ. ഒരു 50 റുപ്യ. 50 റുപ്യ? എന്തിനാ രാവട്ടെ നിങ്ങൾക്ക് 50 റുപ്യ? ഞങ്ങൾക്ക് ഇത്രയും പൈസ ഞാൻ ലാഭാക്കി തന്നെ. അത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അങ്ങ് പോയി പിടിയിൽ പെടൂലേ? ഒരു 50 റുപ്യ. ഞാൻ ഈ വെയിലും കൊണ്ടുകൊണ്ട് നിക്കുന്നില്ലേ? എന്തപ്പ ഒരു സഹായത്തിന് ഇതിപ്പോ ഒരു സഹായല്ലേ? അതിനൊക്കെ നിങ്ങള് കായ് വയ്ക്കാച്ചാല് എന്തപ്പത് സഹായം? എന്നാലും നമുക്ക് സഹായം വേണ്ടേ കോയക്ക? എന്നാ 50 റുപ്യ ഉണ്ട്. ഇപ്പൊ സഹായിക്കണേനൊക്കെ കായ് വാങ്ങ. അങ്ങനെയല്ല. ആ നിലക്കാച്ചപ്പൊ ഞങ്ങൾക്കൊരു സഹായമാണ് ഇപ്പൊ ഈ ചെയ്തത്. അതെ, എനിക്കൊരു സഹായം ഞാൻ ഈ വെയിലിന് കൊണ്ടുവന്ന് നിക്കുന്നില്ല കോയക്ക. മറിമായം